അബ്രഹാമേ, ഈ പർപ്പസ് നിന്നിൽ വെളിപ്പെടണമെങ്കിൽ സ്തോത്രം ലോത്തിൽ നിന്ന് വേർപിരിയണം. സ്തോത്രം. അപ്പൊ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ലോത്ത് നിനക്ക് നല്ല ഫ്രണ്ട് അല്ല. അപ്പൊ ഫ്രണ്ടായ ദൈവം പലരെ നമ്മുടെ ജീവിതത്തിൽ തരുന്ന എന്തിനെന്നറിയോ? അടുത്ത ലെവലിലേക്ക് നമ്മളെ കയറ്റുന്ന ഗോവേണിയാണ് അവര്. അവരെ ഏണിയെന്ന് വിളിച്ച് നിസ്സാരമായി തള്ളിക്കളയല്ല. അവരുണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ, അവരുണ്ടെങ്കിലേ ലക്ഷ്യത്തിൽ നേടാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അവരെ നമ്മൾ മാനിക്കണം, അവർ നമ്മൾ സ്നേഹിക്കണം, നമ്മളെക്കാളും അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അബ്രഹാമേ, നീ ആത്മീയനാണ്, ലോത്ത് ജഡീകനാണ്. അൺഗോഡ്ലി ഫ്രണ്ട്സ്, അൺഗോഡ്ലി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഇതാണ് യേശു എന്നിരിക്കട്ടെ, ഈ പോഡിയമാണ് യേശു, ഈ മൈക്കാണ് അൺഗോഡ്ലി ഫ്രണ്ട്. ദൈവമില്ലാത്ത ഫ്രണ്ട് ഈ മൈക്കാണ്. എനിക്കും എൻ്റെ യേശുവിനും ഇടയ്ക്ക് വല്ലവനും കയറിയാൽ ഞാൻ അവനെ എടുത്തു മാറ്റണം. എൻ്റെ യേശുവിനും എനിക്കും മധ്യത്തിൽ ഇടർച്ച കളിക്കുന്നവനല്ല എൻ്റെ ഫ്രണ്ട്. യേശുവിനെയും എന്നെയും അകറ്റുന്നവളല്ല എൻ്റെ ഫ്രണ്ട്. യേശുവിനോട് ചേർന്ന് എന്നെ അടുപ്പിക്കുന്നവനാണ് എൻ്റെ ഫ്രണ്ട്. സോ അബ്രഹാമിൻ്റെ വേഗതയിൽ ഒരിക്കലും ലോത്ത് പോകത്തില്ല. സോ ലോത്തിൻ്റെ കൂടെയായാൽ അബ്രഹാമിൻ്റെ സ്പീഡ് കുറയും. നിങ്ങളുടെ അനേകരുടെ സ്പീഡ് കുറഞ്ഞിരിക്കുന്നത് റോങ് ഫ്രണ്ട്സ് കാരണമാണ്, യേശുവിൻ്റെ നാമത്തിൽ. പക്ഷെ നിന്റെ സെയിം ലെവലിലുള്ള ഫ്രണ്ടാണ് നിനക്ക് വേണ്ടിയത്. ഹല്ലേലൂയ. കാരണം കുതിരയും കാളയും ഒരുമിച്ച് പൂട്ടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കഴുതയും കാളയും ഒരുമിച്ച് പൂട്ടുവാൻ കഴിയത്തില്ല. നിനക്ക് ദൈവം വിളിച്ചിരിക്കുന്നതായ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, ഒരു സ്പിരിച്വൽ പദ്ധതിയുണ്ട്. അതിലെത്താൻ ലോത്തിനെ പുറത്താക്കുക, അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തു വരിക, 2 ലോത്തിൽ നിന്ന് വേർപിരിയുക.